ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 3 വചനം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അറിയാവുന്ന 3 വചനങ്ങളാണ്. ഈ വചനം പ്രാർത്ഥിക്കേണ്ട എപ്പോഴാണെന്ന് അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ഓരോ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കില്ലേ, നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളോ ഭൗതിക കാര്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ശക്തി നൽകുന്ന 3 വചനങ്ങൾ ഷെയർ ചെയ്യാൻ പോകണം. ഒന്നാമത്തെ വചനം നോട്ട് ബുക്കിലേക്കൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കുക. സങ്കീർത്തനം 107 അതിൻ്റെ 13-ാമത്തെ വാക്യം. അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ രക്ഷിച്ചു. അവരുടെ സഹനങ്ങളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്നെല്ലാം അവരെ രക്ഷിച്ചു. സങ്കീർത്തനം 107:13. അതൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അതൊരു ഉറപ്പായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ വേദനകളിൽ കർത്താവ് നമ്മളെ രക്ഷിക്കും. 107-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. രണ്ടാമത്തെ ഒരു വചനം നന്നായിട്ട് അറിയാവുന്ന ഒരു വചനമാണ്. പുറപ്പാട് പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം. മോശയോട് കർത്താവ് പറയുന്നുണ്ട്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും നിനക്ക് ഞാൻ സാധിച്ചു തരും. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ എൻ്റെ ഇഷ്ടം, എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. പുറപ്പാട് 33:17. അപ്പോൾ ഓരോ വചനവും ഈ പറയുന്ന ഈ വചനങ്ങൾ, ഇതുപോലത്തെ ആയിരക്കണക്കിന് വചനങ്ങളുണ്ട്. നിങ്ങൾ ഓരോ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ, നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വിശ്വാസം ഉള്ളിലുണ്ടാകണം. 107-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിലവിളിക്കുമ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കും ഈ ഞെരുക്കത്തിൽ നിന്ന്. ആ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, ഈ പുറപ്പാട് 33:17 പറഞ്ഞ പോലെ, മോശയോട് പറഞ്ഞ പോലെ എന്നോടും നിങ്ങളോടും പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് സാധിച്ചു തരും. എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ഈശോയുടെ നല്ല മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഈശോ പറയാണ്, നീ ചോദിക്കുന്ന ഈ കാര്യം ഞാൻ നിനക്ക് തരും. അതൊരു ഉറപ്പ് തരികയാണ്. മൂന്നാമത്തെ ഒരു വചനം വളരെ ഒരു അനുഗ്രഹത്തിൻ്റെയാണ്. സങ്കീർത്തനം 20 മുഴുവനായിട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. വലിയ അഭിഷേകം, വലിയൊരു അനുഗ്രഹത്തിൻ്റെ അധ്യായമാണ് ഈ സങ്കീർത്തനം 20, Psalm 20. അതിൻ്റെ 4-ാമത്തെ വാക്യം, സങ്കീർത്തനം 20:4. കർത്താവ് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കട്ടെ എന്ന് പറഞ്ഞ അനുഗ്രഹമാണ്. 20-ാം സങ്കീർത്തനം മുഴുവൻ ഒന്ന് വായിക്കണം കേട്ടോ, ഒന്ന് അടയാളപ്പെടുത്തി ഇടണം. എല്ലാ വചനവും ഭയങ്കര ശക്തിയേറിയ അഭിഷേകം നിറഞ്ഞ വചനമാണ്. ഒരു അനുഗ്രഹമാണ്. കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. ഒരു കുഞ്ഞ് 3 വചനങ്ങളാണ് ഷെയർ ചെയ്തത്. ഇതുപോലെ അനുഗ്രഹത്തിൻ്റെ ഒരുപാട് വചനങ്ങളുണ്ട്. അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ശരിക്കും നമ്മൾ ഓരോ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബലമായിട്ട് ഈ വചനവും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവേ, സങ്കീർത്തനം 20:4 അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയാഭിലാഷം കർത്താവ് സാധിച്ചു തരും. തരണേന്നൊന്നുമല്ല, തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 33:17 പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ സാധിച്ചു തരും. അതുപോലെ ഈശോയെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വിശ്വാസത്തോടെ ആ വചനം ജീവിച്ചുകൊണ്ട് ഈശോയുടെ പ്രീതി നേടി ഈ ഞെരുക്കങ്ങളിലും വേദനകളിലും എല്ലാ സാഹചര്യത്തിലും കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുക. അവിടുന്ന് എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കും. നിൻ്റെ കുടുംബത്തെ, നിൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കും. നമ്മൾ ഇന്ന് കേട്ട ഈ 3 വചനത്തിൻ്റെ അഭിഷേകം, പ്രത്യേകിച്ച് സങ്കീർത്തനം 20-ലെ എല്ലാ വാക്യങ്ങളുടെ അഭിഷേകം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.